ആയതിനാൽ സാഹചര്യ തെളിവുകളുടെയും ഗവൺമെന്റ് സർജന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലും പ്രതി കുറ്റം സമ്മതിച്ചതിനാലും പ്രതിയെ 2 ആഴ്ച ചോദ്യം ചെയ്യാൻ റിമാൻഡിൽ വിട്ടയക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. That's all, Your Honor. You may proceed. Yes, Your Honor. പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന എന്റെ ഈ കക്ഷി കുറ്റം സമ്മതിച്ചതിനാൽ അദ്ദേഹം അല്ല കുറ്റം ചെയ്തത് എന്ന് സമർത്ഥിക്കാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. പക്ഷേ അതിലൊരു ചോദ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ നിൽക്കുന്ന എന്റെ കക്ഷിയാണോ കുറ്റക്കാരൻ, അതോ എന്റെ കക്ഷി മാത്രമാണോ കുറ്റക്കാരൻ? ഇത് ബോധിപ്പിക്കുന്നതിനായി 2 പേരെ വിസ്തരിക്കാനുള്ള അനുവാദം തരണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. You may proceed. Thank you, Your Honor. രവീന്ദ്രൻ അല്ലേ? എന്ത് ചെയ്യുന്നു? സിവിൽ പോലീസ് ഓഫീസർ. എവിടെ? സിറ്റി സെന്റർ സോൺ. Your Honor, the witness is a police officer. ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ? പരിചയമില്ല, പക്ഷെ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? നമ്മുടെ സിറ്റി സർക്കിൾ തന്നെ. Can you please explain? ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങുന്ന വഴിയാണ്. അന്ന് യൂണിഫോമിലല്ല, MG റോഡ് ജംഗ്ഷനിൽ ഇത്തിരി മാറിയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് കുട്ടിയെ കാണുന്നത്. അപ്പോൾ എത്ര മണിയായി കാണും? അന്നേരം ഒരു രാത്രി 12:30 ആയിട്ടുണ്ടോ? രാത്രി 12:30. അപ്പോൾ അവരെവിടെയെങ്കിലും പോയിട്ട് വന്നതായിരിക്കും. രാത്രി ആയതുകൊണ്ട് നിങ്ങൾ അവരെ വീട്ടിൽ കൊണ്ടുവിട്ടോ? അങ്ങനെ ചെയ്യായിരുന്നു, തനിച്ചായിരുന്നെങ്കിൽ. തനിച്ചല്ലായിരുന്നു? അല്ല സർ, കുറച്ച് ചെറുപ്പക്കാരുണ്ടായിരുന്നു കൂടെ. പറയൂ. പിന്നെ സർ, നടു റോട്ടിൽ വെച്ച് കെട്ടിപ്പുണർന്ന് ഉമ്മ വെക്കുന്ന സാർ കണ്ടത്. നടു റോഡിലോ? അതെ, ഒന്നല്ല, ഒരു 3-4 ചെറുപ്പക്കാർ കൂടെ ഉണ്ടായിരുന്നു. Your Honor, please note this point. Mr. Jabbar, നിങ്ങളുടെ സുഹൃത്ത് രവീന്ദ്രൻ പറഞ്ഞതിനോട് പൂർണ്ണമായും നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ട് സർ. ഏതോ പാർട്ടി കഴിഞ്ഞ് വരുമെന്ന് തോന്നുന്നു. മദ്യത്തിന്റെ ലഹരിയിലാണ് അവർ ഞങ്ങളോട്. ഈ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് അത് നിങ്ങൾ വല്ല കേസ് രജിസ്റ്റർ ചെയ്തോ? ഇല്ല സാർ. ഒന്നാമത് അന്ന് ഞങ്ങൾ ഡ്യൂട്ടിയിലല്ലായിരുന്നു. പിന്നെ പിള്ളേരല്ലേ സാറേ. പിള്ളേരാണ് യുവർ ഓണർ. പുതിയ തലമുറയിലെ പിള്ളേർ പാതിരാത്രിക്ക് മദ്യപിച്ച് സദാചാര പരിസര ബോധമില്ലാതെ നടു റോഡിൽ ചുംബിക്കുന്ന യൗവനത്തിന്റെ പേരാണ് ന്യൂ ജനറേഷൻ. താങ്ക് യു മിസ്റ്റർ ജബ്ബാർ. യു മേ പ്ലീസ് ലീവ്. യുവർ ഓണർ, ഇവിടെയാണ് ഞാൻ നേരത്തെ ചോദിച്ച സുപ്രധാനമായ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാവുന്നത്. എന്റെ കക്ഷിയാണോ കുറ്റക്കാരൻ, അതോ എന്റെ കക്ഷി മാത്രമാണോ കുറ്റക്കാരൻ? കൊല്ലപ്പെട്ട ഈ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് പരിചയപ്പെടുത്താനായി ഞാൻ അങ്ങയുടെ അനുവാദം ചോദിക്കുകയാണ്. താങ്ക് യു യുവർ ഓണർ. ആസ് പെർ ദ റെക്കോർഡ്സ്, കൊല്ലപ്പെട്ട പെൺകുട്ടി 10ാം ക്ലാസ് വരെ പഠിച്ചത് കോ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരു കോൺവെന്റിലാണ്. തുടർന്ന് +1 +2 ഒരു ഗേൾസ് ഹൈസ്കൂളിലും. അച്ഛനോ അടുത്ത ബന്ധുക്കളോ ഇല്ലാത്ത തന്റെ ജീവിതത്തിൽ അന്നേ വരെ ഒരു ആൺകുട്ടിയുമായിട്ട് ഒരു ക്ലാസ് മുറിയിൽ പോലും സഹവസിക്കാത്ത ഒരു പെൺകുട്ടിക്ക് ആണെന്ന വർഗത്തിനോട് തോന്നാവുന്ന കൗതുകം തികച്ചും സ്വാഭാവികം. എന്നിട്ട് അവൾ കോളേജിൽ ജോയിൻ ചെയ്തവല്ല. മറ്റു ബ്രാഞ്ചസിൽ സീറ്റ് അവൈലബിലിറ്റി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പൊതുവിൽ ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കുകയും അതും അറിഞ്ഞുകൊണ്ട് തന്നെ പഠിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത് സ്വാഭാവികം. പക്ഷേ അതേ ആൺകുട്ടികളുമായി അർദ്ധരാത്രി അസമയത്ത് നടുറോട്ടിൽ മാറി മാറി പരസ്പരം ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നതിലെ അസ്വാഭാവികത എനിക്കെന്നല്ല, ഈ കോടതിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനും മനസ്സിലാവില്ല. ഇത് തെളിയിക്കുവാനായി ഒരാളെ വിസ്തരിക്കുവാനുള്ള അനുവാദം തരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ഗവൺമെന്റ് ഫോറൻസിക് സർജൻ ഡോക്ടർ പ്രസാദ്. PW6 ഡോക്ടർ പ്രസാദ്. താങ്കൾ സമർപ്പിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കോപ്പി അല്ലേ? യെസ് യുവർ ഓണർ, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് എന്റെ ട്രംപ് കാർഡ്. റിപ്പോർട്ടിൽ പ്രോസിക്യൂഷൻ യാദൃച്ഛികമല്ലാതെ കണ്ടില്ല എന്ന് നടിച്ച പേജ് നമ്പർ 9 and which says that within the last 2 months this girl has undergone an abortion. റെക്കോർഡ്സ് പ്രകാരം വിവാഹം കഴിച്ചിട്ടില്ലാത്ത ഈ പെൺകുട്ടി കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ അബോർഷൻ ചെയ്തതായിട്ട് ഈ റിപ്പോർട്ട് പറയുന്നു. Am I right, Dr. Prasad? Yes. As per our examination, at 4 months the fetus was aborted and we could confirm that it was a surgical abortion. So my lord, may I repeat my same question one last time?
എന്റെ ഈ കക്ഷിയാണോ കുറ്റക്കാരൻ അതോ എന്റെ കക്ഷി മാത്രമാണോ കുറ്റക്കാരൻ? കാരണം എന്റെ ഈ കക്ഷിയുടെ മുൻകാല റെക്കോർഡ്സ് പ്രകാരം ഒരു പെറ്റി കേസ് പോലും ചാർജ് ചെയ്തിട്ടില്ല, ഒരു പെൺകുട്ടികളോടും അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ല. ഇവിടെ മദ്യത്തിന്റെ ലഹരിയിൽ എന്തെങ്കിലും അറിയാതെ ചെയ്തതാവാം. പക്ഷേ എന്റെ കക്ഷിക്ക് മുമ്പൊരിക്കലും മറ്റു ഒരു പെൺകുട്ടികളോടും തോന്നാത്തൊരു വികാരം ഈ പെൺകുട്ടിയോട് മാത്രം എങ്ങനെ തോന്നി എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. She was at the wrong place at the wrong time with the wrong emotions. ആയതിനാൽ എന്റെ കക്ഷിക്ക് നിയമത്തിന്റെ ഇളവുകൾ നൽകണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. That's all, Your Honor. ആ ബാലു, ഞാൻ വിളിക്കാതിരിക്കായിരുന്നു. റവന്യൂ മിനിസ്റ്റർ രാജിവെച്ചു. ഞങ്ങളതിന്റെ തിരക്കിലാണേ. നിങ്ങളുടെ ഇതിപ്പോ പ്രതിയെ കിട്ടിയല്ലോ. ഇനിയിപ്പോ ആ ട്രാക്ക് സെക്ഷനിലേക്ക് ബാലു, ഞാൻ തിരിച്ചു വിളിക്കാവേ. പിന്നെ നീ അവർ പറയണ കേട്ടു. ചേട്ടൻ സംഭവമില്ലേ? അവളില്ലേ ആ റേപ്പേഴ്സിലെ പെണ്ണ്, സംഭവം കേസ് ഇട്ടായിരുന്നു. ആ പിള്ളേരൊക്കെ വെച്ചോണ്ടിരിക്കണായിരുന്നു അതിനെ. പട്ടി ബാലു, ആരെന്നെ കാണാൻ വന്നിട്ടുണ്ട്. ബാലു അല്ലേ? അതെ. ആരാ? ഞാൻ ആരാ, എന്തിനാ? ചോദ്യങ്ങൾ ഒരുപാടുണ്ടാവും. പക്ഷെ ഒന്നിനെ പോലും ഞാൻ ഉത്തരം തരില്ല. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ചോദ്യങ്ങൾ ഉണ്ടാവരുത്. സംശയിക്കണ്ട, ബാലുവിന് എന്നെ അറിയില്ല. നമ്മുടെ ഈ സംസാരത്തിന് ശേഷവും അതങ്ങനെ തന്നെയായിരിക്കും. ആയിരിക്കണം. അവളെ കൊന്നത് അവനല്ല. നമുക്കിടയിൽ ചോദ്യങ്ങളില്ല ബാലു, അതുകൊണ്ട് തന്നെ ഉത്തരങ്ങളും. ഞാൻ കണ്ടതാ. എന്റെ ചേട്ടനാ സുദേവൻ. പിന്നെ ആർക്ക് മിനിസ്റ്ററുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള വളപ്പിൽ മനോജ് അറിയാതെ പറ്റിപ്പോയതാ. ചെലവുണ്ട്. ചേട്ടൊന്ന് സൂക്ഷിച്ചു വെക്കൂടെ? എന്തേലും പറ്റിയിരുന്നെങ്കിലോ? എടാ തന്നോടല്ല പോടോ. എനിക്കൊന്നാമതിന് പ്രാന്ത് പിടിച്ച് നീ വെക്ക്, ഞാൻ വിളിക്കാം. വെക്ക് വെക്ക്. എന്താടാ നിങ്ങൾ എവിടെയായിരുന്നു? എടാ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ഒരു പയ്യനില്ലടാ അവിടെ. നിങ്ങളെന്താടാ ഡള്ളടിച്ചിരിക്കണത്? ഒന്നുമില്ല.
ശരി. കേസന്വേഷണം അവർ രണ്ടുപേരിലേക്കും എത്തിയ അത് GK കൂടെ ബാധിക്കും. അയാൾക്ക് വേണ്ടി കൊല്ലും കൊലയും നടത്തിയിട്ടുള്ളവരവര്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ച അയാളുടെ കസാര തെറിക്കും. അത് അയാൾക്കറിയാം. അതുകൊണ്ടാ കൊല്ലണം. എല്ലാം എൻ്റെ മക്കളെ. ഈ പൂട്ടാരെ വിളിച്ച് അന്ന് എന്റെ വാക്കുകളോട് അവർ വളരെ ഇമോഷണലായി പ്രതികരിച്ചുവെങ്കിലും ഉള്ളുകൊണ്ട് അവരുടെ ആവേശത്തെ എന്നും ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടേയുള്ളൂ. നിങ്ങൾക്കറിയാം, കലുഷിതമായ ക്യാമ്പസ് കലാപങ്ങളിലൂടെ തന്നെയാണ് എന്നിലെ രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സമൂഹം ഇത്തരം കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങണമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ ഇങ്ങനെ ഒന്ന് അവരിൽ നിന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. വാസ്തവത്തിൽ അവരെ വിശ്വസിച്ച, യുവാക്കളെ വിശ്വസിച്ച ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസത്തെയാണ് അവർ വഞ്ചിച്ചിരിക്കുന്നത്. വേണ്ട വേണ്ട എന്ന് എത്ര പറഞ്ഞാലും വേണം വേണമെന്ന് വാശി പിടിക്കുന്ന ചിലരുണ്ട്. വേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ. നീയൊക്കെ എന്തിനാണ് സാറേ? എഞ്ചിനീയേഴ്സാ, എഞ്ചിനീയേഴ്സ്. പഠിച്ച് പാസ്സായി വല്ല ജോലിക്ക് പോകാതെ വെറുതെ. കൊന്നത് ഞാനല്ലെങ്കിലും ഈ കേസ് കുഴിച്ചിട്ടത് ഞാനാ. വിദ്യാർത്ഥികൾ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി കൊടി പിടിക്കാനും ബാനർ കെട്ടാനും തല്ലാനും കൊല്ലാനും ചാവാനും വേണ്ടിയുള്ളവരാ. പക്ഷെ അവർ അവരുടെ അവകാശം മനസ്സിലാക്കിയ നഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ അധികാരമാണ്. അധികാരം അത് ചിലപ്പോഴെങ്കിലും ഏൽപ്പിക്കുന്നതല്ല, ജനങ്ങളുടെ എന്ന് പിടിച്ചു വാങ്ങുന്നതാണ്. മനസ്സിലായടാ? പറയാൻ വിട്ടുപോയി. നിങ്ങൾ അന്വേഷിക്കുന്ന രണ്ടുപേരെ നിങ്ങൾക്ക് പരിചയപ്പെടണ്ടേ? സുദേവ, പാവം അനിയനെ കൊന്നതിന്റെ ദേഷ്യത്തിൽ ചവിട്ടിയതാണ്. പക്ഷെ അവനറിയില്ലല്ലോ ആ ദേഷ്യം കാണിക്കേണ്ടത് നിങ്ങളോടല്ല, എന്നോടാണ്. ചിന്നക്കൊലക്കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. സഹപാഠികൾ അറസ്റ്റിൽ. സന്തോഷ് ഇവിടെ പോലീസ് സ്റ്റേഷൻ പരിസരമാകെ കോളേജ് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് തന്നെ കുറ്റം സമ്മതിച്ചുകൊണ്ടുള്ള മൊഴി നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ചിന്നു കൊലക്കേസിന്റെ ദൃക്സാക്ഷിയായി ഉണ്ണി എന്ന സ്കൂൾ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയത് ചിന്നുവിന്റെ സഹപാഠികൾ. ബാർ അസോസിയേഷനിൽ നിന്ന് അവന്മാർക്ക് വേണ്ടി ഒരുത്തനും ഹാജരാകില്ല. ചേട്ടൻ
പെൺകുട്ടികളെ എന്ത് വിശ്വസിച്ച് കോളേജിലേക്ക് വിടും? വിദ്യാർത്ഥിനിക്ക് സംഭവിച്ചത് ഇനിയും തുടരുമോ? ചർച്ചയിലേക്ക് പോകാം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഇനി മീഡിയയിൽ വരൂ. സ്ത്രീ സുരക്ഷിതയല്ല. അതിനുള്ള ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതി അവരെ റിമാൻഡ് ചെയ്താൽ പിന്നെ നമ്മൾ തീരുമാനിക്കും അവരുടെ ആയുസ്. ബാർ അസോസിയേഷനിൽ നിന്നും ഒരു വക്കീൽമാരും അവർക്ക് വേണ്ടി വാദിക്കില്ല. ഹലോ സർ. ഇന്ന് കൃത്യം 11 മണിയോടെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ഉണ്ണി വധക്കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. പ്രതികളെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും. ചിന്നുവധ കേസ് ഇതിനോടകം തന്നെ സംസ്ഥാനമാകെ സംസാര വിഷയമായിരിക്കും.